ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു മോരുകറിയാണ്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ചേരുവകൾ കാണാം. ഒരു 200 ഗ്രാം പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ടടച്ചെടുക്കണം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഏകദേശം 200 ഗ്രാം വരുന്ന ചേമ്പ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ചേമ്പ് വേണ്ട, കറി ഒരുപാട് കുറുതായി പോകും, അതുകൊണ്ട് കുറച്ച് മതിയാവും. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 3 പച്ചമുളക് എരിവനുസരിച്ച് എടുക്കാം. തേങ്ങ അരയ്ക്കാനായിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 8 വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അരച്ചെടുക്കാം. താളിക്കാനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 8-10 ചെറുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് കരിവേപ്പില, 2 വറ്റൽമുളക്. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കിയിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, 3 പച്ചമുളക്. എനിക്ക് കുറച്ച് കട്ടിയുള്ള കറിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, 200 ml ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി കറി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചേർന്നിട്ടുള്ള മിക്സ് ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ചേമ്പ് ഇവിടെ വേവിച്ച് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഉടയാതെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം നമുക്ക് തേങ്ങ അരച്ച അതേ ജാറിൽ തന്നെ നമ്മുടെ തൈരൊന്ന് കട്ടയുടച്ച് റെഡിയാക്കി വയ്ക്കാം. ഇത് 2-3 മിനിറ്റ് തിളച്ച് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കറി കുറച്ചും കൂടി വേണമെങ്കിൽ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. തൈരിലേക്ക് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് തൈര് ഉടച്ചെടുത്തിരിക്കുന്നത്. ഇനി തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് തള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് താളിക്കാനായിട്ട് റെഡിയാക്കാം. ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാം, മറക്കരുതേ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്നതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന 7-8 ചെറുള്ളി, ആവശ്യത്തിന് കരിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റി കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ കേട്ടോ. ഇത് നമുക്ക് താളിച്ച് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ചില സ്ഥലങ്ങളിൽ ചേർക്കാറില്ല. ഇതൊരു കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തണുത്തതിന് ശേഷമായിരിക്കും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.